ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ചാലക്കുടി ബാങ്ക് കവർച്ചയിൽ പ്രതി റിജോ ആന്റണിയുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കടം വീട്ടാനായിട്ട് പ്രതി മോഷണം നടത്തിയെന്നാണ് പോലീസിനോട് സമ്മതിച്ചത്. 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഒപ്പം ഇതോടൊപ്പം കത്തിയും കവർച്ചയ്ക്കായി ഉപയോഗിച്ച മറ്റ് സാമഗ്രികളും റിജോയുടെ വീട്ടിൽ നിന്ന് പോലീസ് രാവിലെ കണ്ടെടുത്തിരുന്നു. പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കവർച്ച നടന്ന 2ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. വളരെ ആസൂത്രിതമായിട്ടായിരുന്നു പ്രതി കവർച്ച നടത്തിയത്. കൃത്യമായ നിരീക്ഷണത്തിലൂടെയായിരുന്നു ഈ പട്ടാപ്പകലുള്ള പ്രതിയുടെ കവർച്ച. ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കിയായിരുന്നു 15 ലക്ഷം രൂപ പ്രതി കവർന്നത്. ഇതിൽ 12 ലക്ഷം രൂപ പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഒപ്പം കവർച്ചയ്ക്ക് ഉപയോഗിച്ച മറ്റ് സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതിയുമായുള്ള തെളിവെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ചയിലെ പ്രതി റിജോ ആന്റണിയുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 12 ലക്ഷം രൂപ വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രധാനമായും ഈ കടം വീട്ടാനായി ഇയാൾ പണം നൽകിയ വ്യക്തിയുടെ വീട്ടിൽ അത് നേരത്തെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ബാങ്കിലേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചത്. ഇയാൾ കവർച്ച നടത്തിയ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് ഇപ്പോൾ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം ഈ ബാങ്കിലേക്ക് നേരത്തെ വന്നിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ, കാരണം ഇതിന് ബാങ്കിൽ കവർച്ച നടത്തുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ചൊവ്വാഴ്ചയോടെ ഇയാൾ ഇവിടെ ബാങ്കിൽ എത്തിയിരുന്നു. തന്റെ ATM കാർഡ് തകരാറാണെന്ന് പറഞ്ഞ് ബാങ്കിൽ എത്തുകയും ആ ബാങ്ക് ശാഖയിൽ കാർഡ് നൽകി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചു നേരം കാര്യങ്ങൾ സംസാരിക്കുകയും ബാങ്കിന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു വെക്കുകയും ചെയ്തു. അതിനു മുൻപ് പലതവണ ഇതിന് എതിർവശത്തുള്ള പള്ളിയിൽ, ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെത്തി അവിടെ നിന്ന് ബാങ്കിന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടോ, ഏതെല്ലാം സമയത്താണ് തന്റെ പദ്ധതി നടപ്പാക്കാനുള്ള സൗകര്യം ലഭിക്കുക എന്നതെല്ലാം നിരീക്ഷിച്ച് തയ്യാറായിരുന്നു. ബാങ്കിനുള്ളിലെത്തി എപ്പോഴാണ് നേരത്തെ എത്തിയ ദിവസവും അതോടൊപ്പം ഈ കവർച്ച നടത്തിയ ദിവസം എന്തെല്ലാം ചെയ്തു, എങ്ങനെയാണ് കവർച്ച നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിനോട് ഇപ്പോൾ പ്രതി വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതി നിർണായകമായ തെളിവുകളിലൂടെയാണ്, അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇയാൾ ധരിച്ചിരുന്ന ഇപ്പോൾ തെളിവെടുപ്പ് അല്പസമയത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ വീണ്ടും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മെഡിക്കൽ പരിശോധന നടത്തി വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ തെളിവെടുപ്പ് കഴിഞ്ഞ ഇയാളെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഏതെല്ലാം രീതിയിൽ എങ്ങനെയാണ് കവർച്ച നടത്തിയത്, എന്തെല്ലാം ചെയ്തു, ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിച്ചു, കത്തി കാണിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം എങ്ങനെയായിരുന്നു എന്ന് പ്രതി റിജോ ആന്റണി ഇപ്പോൾ പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാകും ഇയാളെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മെഡിക്കൽ പരിശോധനയും തുടർന്നാകും തെളിവെടുപ്പ് നടത്തുക. രാവിലെ തന്നെ ഇന്ന് പുലർച്ചെ ഇയാളുടെ ആശേരി പറമ്പിലുള്ള വീട്ടിൽ, ആശേരിപ്പാറയിലുള്ള വീട്ടിൽ എത്തിച്ച് അവിടെ നിന്നും ഈ നിർണായക കവർച്ചയ്ക്കായി ഉപയോഗിച്ച കത്തി, ഇയാൾ ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം പോലീസ് കണ്ടെടുത്തു. അതോടൊപ്പം തന്നെ 12 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഇവിടെ എത്തിയ പ്രതി 3 മിനിറ്റ് കൊണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പൂട്ടിയിട്ട് കവർച്ച നടത്തിയത്. കൗണ്ടർ തല്ലിപ്പൊളിച്ചായിരുന്നു 15 ലക്ഷം രൂപ കവർന്നത്. ഈ 15 ലക്ഷം രൂപയിൽ 12 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി. ഒപ്പം 3 ലക്ഷം രൂപ ഇയാൾ കടം വീട്ടുന്നതിനായി മറ്റൊരാൾക്ക് നൽകിയെന്ന് പറഞ്ഞു. ഒരു അന്നനാട് സ്വദേശിയുടെ വീട്ടിൽ നേരത്തെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കാരണം സ്വാഭാവികമായി ഈ അന്നനാട് സ്വദേശി റിജോ അറസ്റ്റിലായതറിഞ്ഞ് ഇയാൾ ഇന്നലെ DYSP ഓഫീസിലെത്തി ഈ പണം തിരിച്ചു നൽകാനായി എത്തിയിരുന്നു. കാരണം കവർച്ച ചെയ്തപ്പെട്ട പണമാണ് തന്റെ കയ്യിൽ എത്തിയതെന്ന് വ്യക്തമായതോടുകൂടി. പക്ഷേ പോലീസിന് നേരിട്ട് ഈ പണം സ്വീകരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് കവർച്ച മുതലാണ്. കവർച്ച മുതൽ സ്വാഭാവികമായും തെളിവെടുപ്പ് നടത്തി വീണ്ടെടുക്കുക എന്നൊരു നടപടിക്രമം ഉള്ളതിനാൽ തന്നെ പോലീസ് അത് റിസീവ് ചെയ്യാതെ ഈ പണം ഇന്ന് ഇയാളുടെ വീട്ടിലെത്തി, അന്നനാട് ഉള്ള വീട്ടിലെത്തി പ്രതിയെ കൂടി എത്തിച്ച് തെളിവെടുക്കുകയായിരുന്നു. അവിടെ നിന്നും പണം എത്തി. അങ്ങനെ 3 ലക്ഷം രൂപ ഈ കടം വീട്ടിയ പണവും അതോടൊപ്പം വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 12 ലക്ഷം രൂപയും, 3 ലക്ഷത്തിന് ഒരു അല്പം കുറവുണ്ട്, 2,92,200 എന്നാണ് ലഭ്യമായിരുന്ന വിവരം.
അതിൽ ബാക്കിയുള്ള പണം കിട്ടാനുണ്ട്. അത് ഇയാൾ കുറച്ച് പണം ചെലവഴിച്ചിട്ടുണ്ട്. ഈ 10,000-നടുത്ത് തുക ഇയാൾ ചെലവഴിച്ചിട്ടുണ്ട്. ആ പണം പോലീസിന് ഇയാൾ ചെലവാക്കിയ പണം അത് വീണ്ടെടുക്കുക എന്ന് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും നിർണായക തെളിവുകളായ കത്തി, അതോടൊപ്പം തന്നെ ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, തൊണ്ടി മുതലായ പണം, കവർച്ച മുതലായ പണം, ഇതെല്ലാം പോലീസിന് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കവർച്ച നടത്തിയ ബാങ്ക് ശാഖയിലുള്ള തെളിവെടുപ്പാണ്. അവിടെ ചൊവ്വാഴ്ച ഇയാൾ ഈ സ്ഥലത്തെത്തി. ഇതിനു മുൻപ് പലതവണ ഇവിടെ ബാങ്കിന് മുന്നിലെത്തി നിരീക്ഷണം നടത്തിയിരുന്നു. ചൊവ്വാഴ്ച ഇയാൾ കവർച്ച നടത്താനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. വെള്ളിയാഴ്ചയാണ് പക്ഷേ പദ്ധതി നടപ്പിലാക്കിയത്. ചൊവ്വാഴ്ച ഇവിടെ എത്തി ATM കാർഡിന് തകരാറുണ്ടെന്ന് പറഞ്ഞിരുന്ന പ്രതി സൗകര്യം ഒത്തുകിട്ടിയാൽ അന്ന് തന്നെ പണം തട്ടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് കവർച്ച നടത്താൻ സാധിച്ചില്ല. ഈ ATM കാർഡിന്റെ കാര്യം പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറമെ ഒരു പോലീസ് ജീപ്പ് കണ്ടതിനെ തുടർന്ന് ഇയാൾ മടങ്ങി പോവുകയായിരുന്നു. പിന്നീട് അടുത്ത ദിവസം ഇയാൾ അതിനുവേണ്ടിയുള്ള മറ്റ് ആസൂത്രണങ്ങൾ ചെയ്തു. ഇതിനിടയിലാണ് ഒരു ദിവസം ചാലക്കുടി പള്ളിയിലെ തിരുനാളിന്റെ തുടർച്ചയായി അവിടെ നടന്ന ഒരു അമ്പ് പ്രദക്ഷിണവും അമ്പ് ആഘോഷമുണ്ട്. പ്രവാസികളുടെ അമ്പാഘോഷം. അതിൽ പങ്കെടുത്തു നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അവിടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇയാൾ അവിടെ നിന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചെടുക്കുകയും ആ നമ്പർ പ്ലേറ്റ് ആണ് വ്യാജ നമ്പർ പ്ലേറ്റായി തന്റെ വാഹനത്തിൽ ഘടിപ്പിച്ച് കവർച്ചയ്ക്കായി എത്തിയത്. അങ്ങനെ ഏറെ നാളത്തെ ആസൂത്രണത്തിലൂടെയാണ് ഇയാൾ നടപ്പിലാക്കിയത്, ഈ പദ്ധതി നടപ്പിലാക്കിയത്. പല രീതിയിൽ ധൂർത്ത ആഡംബര ജീവിതത്തിലൂടെ ഉണ്ടാക്കി വെച്ച കടം അത് വീട്ടാനാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് സംബന്ധിച്ചത്. ഏതെല്ലാം രീതിയിൽ കവർച്ച നടത്തി എന്നുള്ളതും ഇതിനെല്ലാം ചെയ്ത ആസൂത്രണങ്ങളും എല്ലാം പ്രതി പോലീസിനോട് സംബന്ധിച്ചിരുന്നു. ഇയാളുടെ ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ആളാണ്. വിദേശത്തു നിന്നും ഭാര്യ അയച്ചു കൊടുക്കുന്ന പണം ഇയാൾ തന്റെ ആഡംബര ജീവിതത്തിന്, ധൂർത്തമായ ജീവിതത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആശേരിപ്പാറ എന്ന സ്ഥലത്ത് അവിടെ 2 വർഷം മുൻപാണ് ഇയാൾ വീട് വെച്ച് താമസമാക്കിയത്. ചാലക്കുടിക്ക് അടുത്ത് മേലൂർ എന്ന സ്ഥലമാണ് സ്വദേശം. മേലൂർ സ്വദേശിയായ ഇയാൾ ഇവിടെ ഒന്ന് താമസമാക്കി. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആഡംബര ഭവനം എന്ന് നമുക്ക് വിളിക്കാവുന്ന രീതിയിലേക്ക് എത്താവുന്ന ഒരു വലുപ്പമുള്ള വീട്. അവിടെ ഇയാൾ 2 കുട്ടികളും ഇവിടെ താമസിക്കുകയായിരുന്നു. നേരത്തെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന റിജോ ആന്റണി കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തുകയും പിന്നീട് ഇവിടെ ജോലിക്കൊന്നും പോയിരുന്നില്ല. നിലവിൽ പോലീസിൽ നിന്ന് ലഭ്യ വിവരം അനുസരിച്ച് ഇയാൾ വേറെ ജോലിക്കൊന്നും പോകാതെ ഭാര്യ വിദേശത്ത് നിന്ന് അയച്ചു കൊടുക്കുന്ന പണം, ആ പണം കൊണ്ട് വീട്ടു ചെലവ് കഴിയുകയും അതോടൊപ്പം തന്നെ ഈ പണം തന്റെ ആഡംബര ജീവിതത്തിൽ ഉപയോഗിച്ച് നടക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഇയാൾ വരുത്തിക്കൂട്ടി. കടം വാങ്ങിയിട്ടുണ്ട്, പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. ഈ ബാധ്യതകളെല്ലാം കൂടി തീർക്കുന്നത്. അങ്ങനെ ഇയാൾ പ്രതി പോലീസിനോട് പറഞ്ഞത് 49 ലക്ഷത്തോളം രൂപയുടെ കടം തനിക്കുണ്ട് എന്നാണ്. ഇത് വീട്ടാനാണ് കവർച്ച നടത്തിയതെന്നാണ് പറയുന്നത്. എന്തായാലും ബാങ്കിനുള്ളിലെ തെളിവെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം പ്രതിയെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പിന്നീട് പ്രതിയെ വൈദ്യ പരിശോധന നടത്തി ഹാജരാക്കും. വീണ്ടും പോലീസ് പ്രതിയുമായി വീണ്ടും ബാങ്കിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ തിരക്കും ബഹളവും ഉള്ളത് കൊണ്ട് തന്നെ പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നത് അല്പം കഴിഞ്ഞാകാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രതിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങും. ഒരുപാട് വലിയൊരു ജനക്കൂട്ടം ഇവിടെ പ്രതിയെ കാണാനായി ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഏറെ ദിവസമായി ഇയാൾ ഒരുപക്ഷെ ഒറ്റയ്ക്ക് വലിയ തിരക്കില്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ട ഒരു ശാഖയാണ്. ഈ ബാങ്കിന്റെ പ്രത്യേകത ഈ ദേശീയപാതയിൽ നിന്ന് മാറി ഇത് പഴയ ദേശീയപാതയ്ക്ക് സമീപത്താണ്. ഒരു വളഞ്ഞു പോരും ദേശീയപാത. പിന്നീട് പുതിയ ദേശീയപാത വന്നപ്പോൾ അത് ബൈപ്പാസ് ചെയ്ത് നേർവഴിക്കുള്ള ദേശീയപാതയെ അവിടെ നിന്നും ഒരല്പം ഒരു 200 മീറ്ററോളം ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ ഈ ബാങ്ക് ശാഖ ഉള്ളത്. ഇവിടെ നിന്നും കവർച്ച നടത്തിയ പ്രതി സ്കൂട്ടറിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പോലീസ് പുറത്തിറങ്ങി. ഇനി പോലീസ് വാഹനം ഇവിടേക്ക് ബാങ്കിന് മുന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഇനി പ്രതിയെ അല്പസമയത്തിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം പ്രതിയെ പുറത്തേക്ക് ഇറക്കി ഈ വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസിന്റെ തെളിവെടുപ്പ് പ്രധാനമായും പൂർത്തിയാകുന്നു. ഈ നിർണായകമായ തെളിവെടുപ്പുകൾ ഈ പണം വീണ്ടെടുക്കുക എന്നതും കവർച്ച നടത്തിയ രീതിയും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ളതാണ്. കവർച്ച എങ്ങനെയാണ് നടത്തിയതെന്നും എന്നാണ് നേരത്തെ ഇവിടെ വന്നിട്ട് എന്തെല്ലാം ചെയ്തു എന്ന കാര്യങ്ങളും പോലീസിനോട് പ്രതി വിശദീകരിച്ചിട്ടുണ്ട്. ഈ കവർച്ചയ്ക്ക് എങ്ങനെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി, അതോടൊപ്പം തന്നെ എന്തെല്ലാം ചെയ്താണ്, കാരണം കൗണ്ടർ ഉൾപ്പെടെ അടിച്ചു പൊട്ടിക്കുകയും ജീവനക്കാരെ ഉന്തിത്തള്ളി ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റൊരു മുറിയിലേക്ക് മാറ്റി, ഭക്ഷണം കഴിച്ചിരുന്ന മുറിയിലേക്ക് മാറ്റി ആണ് ഇയാൾ കൗണ്ടറിൽ തല്ലിപ്പൊളിച്ച് കൗണ്ടറിലെ ഗ്ലാസും ആ കൗണ്ടറിന്റെ ഒരു ഡോറും ഉൾപ്പെടെ പൊളിച്ച് അവിടെ നിന്ന് ഈ 15 ലക്ഷം രൂപയുമായി കവർന്നത്. കയ്യിൽ കിട്ടിയ 3 ബണ്ടിൽ നോട്ടാണ് ഇയാൾ എടുത്തു മാറ്റിയത്. ഈ 5 ലക്ഷം രൂപ വീതം വരുന്ന 3 ബണ്ടിൽ. ഈ പണമാണ് പോലീസ് ഇപ്പോൾ തിരിച്ചെടുത്തത്. ഇന്ന് പുലർച്ചയോടുകൂടി ഇന്നലെ 10 ലക്ഷം രൂപ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ പ്രതിയെ വീട്ടിലെത്തിച്ച് പരിശോധിച്ചതിൽ നിന്നുമാണ് മറ്റ് വിവരങ്ങളെല്ലാം ലഭിച്ചത്. പരിശോധനയിൽ ബാക്കി 2 ലക്ഷം രൂപയും ഉപയോഗിച്ച വാഹന
ഉപയോഗിച്ച കത്തി അതോടൊപ്പം മറ്റു സാധനങ്ങളും എല്ലാം പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചു. തീർച്ചയായും ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചയിലെ പ്രതി റിജോ ആന്റണിയുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് രാവിലെ പോലീസ് കണ്ടെടുത്തിരുന്നു. ഒപ്പം മോഷണത്തിനായി ഉപയോഗിച്ച മറ്റ് സാമഗ്രികളും പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതിയുമായി ഇപ്പോൾ ബാങ്കിലെ തെളിവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ആസൂത്രിതമായുള്ള മോഷണമായിരുന്നു പ്രതിയുടേത്. ബാങ്കും പരിസരവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് പട്ടാപ്പകൽ എന്ന സമയം തെരഞ്ഞെടുക്കുകയായിരുന്നു പ്രതി. കൃത്യമായ ബാങ്കിനെ കുറിച്ചും പരിസരത്തെക്കുറിച്ചും പ്രതി 4 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയ ശേഷമായിരുന്നു ഈ മോഷണമെന്ന. ശരി, എന്തായാലും പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് തിയോഫിൻ നൽകിയത്.